ഒരു വ്യക്തിയുടെ മെമ്മറീസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതൊരു ഗെയിമിംഗ് ഒരു VR ഗെയിമിംഗ് കൺസോളിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് മറ്റുള്ളവർക്ക് അത് ഗെയിമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സംഗതി. അതാണ് ഇതിൻ്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണ്. ലൈക്ക് ഒരു 2046 നിയോ കൊച്ചിയിൽ നടക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഈ പടം കാണിക്കുന്നത്. കൃഷാന്ത്, ഡയറക്ടർ കൃഷാന്ത്, അദ്ദേഹം ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. നമ്മുടെ മലയാളത്തിൽ സാധാരണ ഡയറക്ടേഴ്സ് പോലെയല്ല. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ഫീച്ചർ ഫിലിമാണ് മസ്തിഷ്ക മരണം. ആവാസവ്യൂഹം എന്നുള്ളൊരു പടം മാത്രമേ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളൂ. അത് എൻ്റെ അറിവിൽ കേരളത്തിൽ ഇപ്പം കൃഷാന്ത് എന്നുള്ള ഡയറക്ടർ അറിയപ്പെടുന്നത് പുരുഷപ്രയത്തിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞായിരിക്കും കൂടുതൽ അറിയുന്നത്. മറ്റു പടങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പഴയ പടങ്ങളിൽ ഒരു വൈഡ് റിലീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. താങ്ക്സ് ടു അജിത് വിനായക ഫിലിംസ്. ഗഗനചാരി പോലുള്ള പടം പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ ഹൗസാണ് അജിത് വിനായക ഫിലിംസ്. അവരാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഇതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് മൂവിയാണ്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു പടമാണ്. മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ മൂവീസ് വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കൂടെയാണ്. യൂഷ്വൽ പാറ്റേൺസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അത് വേറൊരു രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള കഥ പറയുന്ന രീതികളോ അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേജിങ് പരിപാടികളൊന്നും അല്ല. ഇതൊരു ഫ്രഷ് ആയിട്ട് ഭയങ്കര ഒരു ഫുൾ ഒരു ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ സിനിമ പോലെ വേറൊരു സിനിമ എന്ന് പറയാൻ ഇല്ലാത്ത രീതിയിലുള്ളൊരു പടമായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പോസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ഗംഭീരമായിരുന്നു. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, ക്യാമറ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, VFX, ആർട്ട് ഡയറക്ഷൻ, കോസ്റ്റ്യൂംസ് ആൻഡ് ദ മ്യൂസിക്. സോ ഇതെല്ലാം ഒന്നിനൊന്ന് കിടപിടിച്ച് മത്സരിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. കൃഷാന്ത് എന്നുള്ള ഡയറക്ടറിൻ്റെ ആ ഒരു വിഷന് വേണ്ടിയിട്ട് 100% ഇതിൻ്റെ ടെക്നിക്കൽ ടീം കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോസ് ഉണ്ട്. ഒരു മലയാള സിനിമയിൽ ബഡ്ജറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് VFX ഒക്കെ അതിനനുസരിച്ചുള്ള ബെറ്റർ ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്കൊരു അങ്ങനൊരു ഇത് പറയാനില്ല. സോ പടത്തിന് എന്താണോ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കൺവിൻസിങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ പെർഫോമൻസ്, ലൈക്ക് രജിഷ വിജയനാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ. അതേപോലെ നിരഞ്ജ് മണിയമ്പിള്ള രാജു. ലൈക്ക് മണിയമ്പിള്ള രാജുവിൻ്റെ കുറേ മാൻറസംസും അതായത് മറ്റേ സ്പീഡിൽ സംസാരിക്കത്തില്ലേ, മിന്നാരത്തിനകത്തൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഡയലോഗ് പരിപാടികളും ഒക്കെ ഇതിനകത്ത് നിരഞ്ജ് നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട്. നിരഞ്ജിന് മുമ്പുള്ള പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതൊന്നും എനിക്കൊരു അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ്ങും പരിപാടികളും. പക്ഷേ ഈ പടത്തിനകത്ത് ജെനുവിനായിട്ട് നല്ല രസമായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡയലോഗുകളും കാര്യങ്ങളും എല്ലാം. രജിഷ ഓൾറെഡി പുള്ളിക്കാരി തെളിയിച്ചിട്ടുള്ള ആക്ട്രസ്സാണ്. പുള്ളിക്കാരിയുടെ പൊട്ടൻഷ്യൽ അത് ഗംഭീരമായിട്ട് ഈ പടത്തിനകത്ത് ആ ക്യാരക്ടറിനെ ക്യാരി ഓവർ ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരുപാട് ഇമോഷണൽ സീൻസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് ചെയ്യുന്ന ക്യാരക്ടർ തന്നെയാണ് രജിഷയുടെ ക്യാരക്ടർ. അതുപോലെ തന്നെയാണ് നിരഞ്ജൻ്റെയും. മൊത്തത്തിലൊരു കെയോസാണ് പടം, അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ. പിന്നെ പെർഫോമൻസ് വൈസ് ഒരുപാട് ആൾക്കാർ, ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ തന്നെ സ്ഥിരമായി വരുന്ന മുഖങ്ങളുണ്ട്. രാഹുൽ രാജഗോപാൽ, അതേപോലെ വിഷ്ണു അഗസ്ത്യ, സിയാൻ ഷാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തോന്നുന്നത്. നമ്മൾ കരിക്കിലൊക്കെ കണ്ടിട്ടുള്ളൊരു കഥാപാത്രം, കരിക്ക് സീരീസിനകത്തൊക്കെ വന്നിട്ടുള്ള ഒരു ആളാണ്. അതേപോലെ ശ്രീനാഥ് ബാബു, ഇവരൊക്കെ ശരിക്കും അദ്ദേഹത്തിൻ്റെ പഴയ പടങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ മുൻ പടങ്ങളിലും ഉണ്ടായിരുന്ന ആക്ടേഴ്സ് തന്നെയാണ്. ഇതിൽ പ്രധാനപ്പെട്ടവർ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിഷ്ണു അഗസ്ത്യയുടെയും ദിവ്യപ്രഭയുടെയും പെർഫോമൻസ് ആണ് കുറച്ചുകൂടെ അതിനകത്ത് രസമായിട്ട് നന്നായിട്ട് വന്നത്. ജഗദീഷ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നില്ല എന്നുള്ള തോന്നലാണ് ഉണ്ടായിരുന്നത്. ക്യാരക്ടർ ലൈക്ക് ഭയങ്കര ഒരു വിയേർഡ് ലോകമാണ് ഈ പടത്തിൻ്റെ കഥ നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മുടെ വെറ്ററൻ ആക്ടർ ലൈക്ക് ജഗദീഷൊക്കെ വന്ന് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു മീറ്ററിൽ പിടിച്ചു പോകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യങ്ങൾ. എനിക്ക് ശരിക്കും പടം തുടങ്ങി ഓക്കെ ഇതെന്താ സംഭവം എന്നൊക്കെ ഒന്ന് ക്ലിയർ ആയി പടത്തിലേക്കൊന്ന് കണക്ട് ആവാൻ തന്നെ ശരിക്കും ഒരു 40 minutes ഒക്കെ എടുത്തു. അതുവരെ നമ്മളൊരു എന്താണ് നടക്കുന്നത് നോക്കട്ടെ, എന്താ സംഭവം, എവിടെ വരെ പോകും നോക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ ചെയ്തത്. ജോണർ ഷിഫ്റ്റ് പടത്തിനകത്ത് നടക്കുന്നുണ്ട്. കോമഡി, ഒരു സൈഫൈ, ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് എന്നൊക്കെ പറയുന്ന പോലെ, പിന്നെ ഒരു ഫൈനൽ 30 minutes ഒരു കോർട്ട് റൂം ഡ്രാമ പോലെയൊക്കെ ഇത് ഫീൽ ചെയ്തു. ആക്ച്വലി മൊത്തത്തിലൊരു സൈബർ പങ്ക് സെറ്റർ പരിപാടിയാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു മിക്സഡ് ഫീലിംഗ് തന്നെയാണ് പടത്തെ പറ്റി. എക്സ്പെരിമെൻ്റൽ പടങ്ങളൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ്. മലയാളത്തിൽ ഇങ്ങനെ എക്സ്പെരിമെൻ്റൽ പടങ്ങൾ വരണം, അതിനെ സപ്പോർട്ട് ചെയ്യപ്പെടണം എന്നുള്ള, കാരണം ഈ കൃഷാന്ത് എന്നുള്ളൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉള്ള ബഡ്ജറ്റിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊക്കെ ഒരു നല്ല കിട്ടില്ലൻ ബഡ്ജറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ചെയ്യാം എന്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഇനിയും മലയാള സിനിമ കാണാനിരിക്കുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.